വേദക്കുട്ടി, എന്താ പറഞ്ഞ മോളെ? വേദക്കുട്ടിക്ക് അച്ഛനോട് നല്ല പ്രിയമല്ലേ? എന്നിട്ട് എങ്ങനെയാ അച്ഛനെ പിരിഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്കുള്ള കർമ്മം ചെയ്യാനല്ലേ അച്ഛൻ പോയത്. എന്നെ കൂടെ കൂട്ടാനാണെങ്കിൽ കഴിയുകയില്ല. വേദക്കുട്ടി കുഞ്ഞിയുടെ അമ്മയുടെയും കൂടെയാണല്ലേ നിൽക്കുന്നത്? അതെ. അത് നന്നായി. അവരെ വേദക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. വേദക്കുട്ടി അവിടെ നിൽക്കുന്നതിൽ വല്യച്ഛന് നല്ല എതിർപ്പാണ്. വല്യച്ഛൻ അത് എന്നോടും പറഞ്ഞു. പക്ഷെ ഞാൻ വല്യച്ഛനെ എതിർത്ത് സംസാരിച്ചു. അതെന്താ? വല്യച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാനതൊക്കെ തിരിച്ചറിയാൻ ഒരുപാട് വൈകി. അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ഉപദേശിച്ചു. അതുകൊണ്ട് തന്നെ ഇനി വല്യച്ഛന്റെ സംസാരം കേൾക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. വർണ്ണമോള് സത്യമാണോ പറയുന്നത്? സത്യം. ഇനി വേദക്കുട്ടി നോക്കിക്കോളൂ, ഞാൻ ആരുടെ അടുത്തും മോശമായി പെരുമാറില്ല. വല്യച്ഛനും വല്യമ്മയും അങ്ങനെ പെരുമാറാൻ ശ്രമിച്ചാലും അവരെ തിരുത്താനേ ഞാൻ ശ്രമിക്കും. വർണ്ണമോൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയത് ദേശമംഗലത്ത് അമ്മയായിരിക്കും. വേദക്കുട്ടിക്ക് ഇപ്പോഴും എന്നോട് വഴക്കാണോ? വർണ്ണമോളോട് ഞാൻ ഒരിക്കലും വഴക്കടിച്ചിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും അച്ഛനോട് പറയും വർണ്ണമോള് നല്ല കുട്ടിയാണെന്ന്. ചിത്രഭാന തമ്പുരാൻ പറയുന്നതൊക്കെ അന്ധമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ് വർണ്ണമോള് തെറ്റ് ചെയ്യുന്നതെന്ന്. കുഞ്ഞിയുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം വരുന്നുണ്ട്. ആ കുട്ടിയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ, അതിന് ക്ഷമ പറയണ്ടേ? വർണ്ണമോള് ക്ഷമയൊന്നും പറയണ്ട. പക്ഷെ കുഞ്ഞിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ കുഞ്ഞിക്കും അമ്മയ്ക്കും നല്ല സന്തോഷമാവും. വരാം, ഇനി ഒരിക്കൽ വരാം. എന്നിട്ട് വേദക്കുട്ടിയോടും കുഞ്ഞി പെണ്ണിനോടും കൂട്ടാകണം. അച്ഛൻ തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞേനെ. വർണ്ണമോള് പറഞ്ഞതൊക്കെ അച്ഛൻ തിരുമേനിക്ക് എത്ര സന്തോഷാവുമെന്നോ. വേദക്കുട്ടിയുടെ അച്ഛൻ തിരുമേനി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെയും കാണുന്നുണ്ട് ഞാൻ. എങ്കിൽ വർണ്ണമോള് നടന്നോളൂ. ഞാൻ ഇതുവഴിയാണ് കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. വേദക്കുട്ടി, എന്റെ കയ്യിലൊരു പ്രസാദമുണ്ട്. ആറ്റൂരമ്പലത്തിലേതാണ്. ഇന്ന് രാവിലെ കുറച്ച് പണ്ഡിതന്മാർ അച്ഛൻ തമ്പുരാനെ കാണാൻ വന്നിരുന്നു. അവര് കൊണ്ടു കൊടുത്തതാണ്. ഗുരുകുലത്തിലിരുന്ന് കഴിക്കാൻ അമ്മ എനിക്ക് തന്നു വിട്ടതാണ്. ഞാനത് വേദക്കുട്ടിക്ക് തരട്ടെ? ഭഗവാന്റെ പ്രസാദമല്ലേ, തന്നോളൂ. കഴിച്ചോളൂ. വേണ്ട, ഞാനിത് കൊണ്ടുപോവാ. എന്നിട്ട് കുഞ്ഞിപ്പെണ്ണും മല്ലിയമ്മയ്ക്കും കൊടുക്കാം. ഒന്നിച്ചിരുന്ന് കഴിക്കാലോ. അവർക്കുള്ളത് ഞാൻ വരുമ്പോ നേരിട്ട് കൊടുത്തോളാം. ഇപ്പൊ വേദക്കുട്ടി കഴിച്ചോളൂ. ഇപ്പൊ തന്നെ കഴിക്കണോ? കഴിക്കണം. വേദക്കുട്ടിക്ക് എന്നോട് വിരോധമൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചേക്കാം. വർണ്ണമോള് കഴിക്കുന്നില്ലേ? വേദക്കുട്ടി കഴിക്ക്. ഞാൻ കഴിച്ചതാണ്, വേദക്കുട്ടി കഴിച്ചോളൂ. അതാണ് എന്റെ സന്തോഷം. ഇപ്പോ സന്തോഷമായ വർണ്ണമോൾക്ക്? സന്തോഷായി. അമ്മ തമ്പുരാട്ടിയോട് ഞാൻ ചെന്ന് പറയും വേദക്കുട്ടിയോട് സംസാരിച്ചതും കഴിച്ചതും കൂട്ടായതുമൊക്കെ. അമ്മയ്ക്ക് സന്തോഷമാകും. എങ്കിൽ വേദ നടന്നോളൂ. ശരി. വേദക്കുട്ടി, ആറ്റൂര് അമ്പലത്തിലെ പ്രസാദത്തിന് ഒരു വിശേഷമുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? പ്രസാദം കഴിച്ചത് ആരോടും പറയാൻ പാടില്ല. പറഞ്ഞാൽ അതിന്റെ ശക്തി പോകും. വേദക്കുട്ടി ആരോടും പറയില്ലല്ലോ. എല്ലാ അനുഗ്രഹങ്ങളും വേദക്കുട്ടിക്ക് കിട്ടട്ടെ എന്ന് കരുതിയ. എന്നാ ശരി.
വർണ്ണമോളെ, മോള് വേദക്കുട്ടിയെ കണ്ടോ? കണ്ടു. വല്യമ്മ തന്നു വിട്ടത് അവൾക്ക് കൊടുത്തോ? ആറ്റൂരമ്പലത്തിലെ പ്രസാദാണെന്ന് പറഞ്ഞാ കൊടുത്തത്. അങ്ങനെ പറഞ്ഞല്ലേ വേദക്കുട്ടി കഴിക്കുള്ളൂ. നന്നായി. എന്നിട്ട് വല്യമ്മയ്ക്കും കുഞ്ഞിക്കും കൊടുക്കാനെന്നും പറഞ്ഞ് അവൾ കൊണ്ടുപോകാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് പിടിച്ച് അടുത്തിരുത്തി കഴിപ്പിച്ചു. മിടുക്കി. കഴിച്ച കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ഫലം കിട്ടില്ലെന്നും പറഞ്ഞു. അത് നന്നായി. വല്യമ്മ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ കൂടി വർണ്ണമോള് പറഞ്ഞിരിക്കുന്നു. രാജകുമാരി ആയതുകൊണ്ടാണ് മോൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായത്. വല്യമ്മ, സത്യത്തിൽ എന്താണത്? ഞാൻ വല്യമ്മയോട് അവൾ എന്നെക്കാൾ നന്നായി നൃത്തം ചെയ്യരുതെന്നല്ലേ പറഞ്ഞത്? വേദക്കുട്ടി കഴിച്ചതും അത് തന്നെയാണല്ലോ. വേറൊന്നും ഉണ്ടാവില്ല. വേദക്കുട്ടിയുടെ ജീവന് ആപത്തൊന്നും ഉണ്ടാവില്ല. വേറൊന്നുമല്ല, വേദക്കുട്ടി കഴിച്ചത് കൊണ്ട് കുറച്ചു നേരം കഴിയുമ്പോ കാലിന് ചെറിയൊരു ബലക്കുറവുണ്ടാവും. പിന്നെ എങ്ങനെയാ വർണ്ണമോളോട് മത്സരിക്കുന്നേ? അഥവാ മത്സരിച്ചാ തന്നെ വിശ്രമിക്കണമെന്ന് പറഞ്ഞ് മാറി നിൽക്കും. അങ്ങനെ വന്നാൽ വേദക്കുട്ടിയുടെ അച്ഛനും ഗുരുവും ഗുരുപുത്രയ്ക്ക് കാരണം അന്വേഷിക്കില്ലേ? അന്വേഷിച്ചോട്ടെ. പക്ഷെ വർണ്ണമോളെ കുറ്റപ്പെടുത്താൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. വർണ്ണമോളെ രാജകുമാരിയല്ലേ? ഞാനത് കൊടുത്തു. വേദക്കുട്ടി കഴിച്ച് നടന്നു പോകുമ്പോൾ എന്താന്നറിയില്ല, മനസ്സിലൊരു വിഷമം പോലെ. പാടില്ല. നാട് ഭരിക്കാനുള്ള തമ്പുരാട്ടിക്കുട്ടിക്ക് ഒരാളെ മാത്രം ആലോചിച്ച് വേദനയോ സങ്കടമോ പാടില്ല. ഈ നാട് ഭരിക്കേണ്ട രാജകുമാരിയല്ലേ മോള്? മോള് ചിന്തിക്കേണ്ടത് ഈ നാടിനെ കുറിച്ചാണ്, നാട്ടിലെ പ്രജകളെ കുറിച്ചാണ്. വല്യമ്മ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്നറിയാമോ? അയൽ ദേശങ്ങൾ മുഴുവൻ പറയണം, ദേശമംഗലത്തൊരു തമ്പുരാട്ടിക്കുട്ടി വളരുന്നുണ്ട്, അവളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അവള് ദേശമംഗലത്തിന്റെ വീരപുത്രിയാണെന്ന്. അത് കേൾക്കാൻ മോൾക്ക് കൊതിയില്ലേ? ഇനി വർണ്ണമോള് നോക്കിക്കോളൂ. നൃത്തത്തിലായാലും വേദപഠനത്തിലായാലും വർണ്ണമോള് വേദക്കുട്ടിയെ മറികടന്നിരിക്കും. ചതിപ്രയോഗത്തിലൂടെയല്ല, കഴിവിലൂടെ പരാജയപ്പെടുത്താവൂന്ന് ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗുരുനാഥന്റെ വഴി. പക്ഷെ അർദ്ധരാത്രിയിൽ പട നയിച്ചു പോകാറില്ലേ തമ്പുരാക്കന്മാര്? ശത്രു സൈന്യത്തെ ചതിച്ചു വീഴ്ത്താറില്ലേ? യുദ്ധത്തെ തളർന്നു കിടക്കുന്നവരെ ആക്രമിക്കാറില്ലേ? അതാണ് തമ്പുരാൻ വഴി. അത് തമ്പുരാന്മാർക്ക് ആചാരവും അലങ്കാരവുമാണ്. ഇപ്പൊ മോള് ചെയ്തത് ശത്രുവിന്റെ നാശത്തിനു വേണ്ടിയാണ്. അതൊരിക്കലും തെറ്റല്ല. അതാണ് ഏറ്റവും വലിയ ശരി. തമ്പുരാൻ ഏൽപ്പിച്ച കാര്യം വർണ്ണമോള് കൃത്യമായി ചെയ്തിരിക്കുന്നു. സൗഹൃദം സ്ഥാപിച്ച് തൊട്ടടുത്തിരുത്തി പൂജാരിയുടെ മകളെ കൊണ്ട് അത് മുഴുവൻ കഴിപ്പിച്ചിരിക്കുന്നു. മിടുക്കൽപ്പം കൂടുതലാണെങ്കിലേ ഉള്ളൂ. ആറ്റൂരമ്പലത്തിലെ പ്രസാദം എന്ന് പറഞ്ഞാ കൊടുത്തത്. പ്രസാദം കഴിച്ചത് പുറത്തു പറഞ്ഞാൽ അതിന്റെ ഫലം നഷ്ടപ്പെടും എന്നുകൂടി പറഞ്ഞിരിക്കുന്നു വർണ്ണമോള്. കൊടും വിഷമാണ് പൂജാരിയുടെ മകളുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. നാഴികയ്ക്കുള്ളിൽ അതവളുടെ ദേഹം മുഴുവൻ പരക്കും. ആർക്കും പിടികിട്ടാത്ത ഒരസുഖത്തിന്റെ രൂപത്തിൽ അതവളെ വലയ്ക്കും. എന്നിട്ട് ക്രൂരമായി കൊല്ലും. ചൈതന്യം നഷ്ടപ്പെട്ട ദേവിയുടെ സഹായം ഉണ്ടാവില്ല. പ്രാർത്ഥനകൾ അറിയുന്ന അവളുടെ അച്ഛന്റെ സഹായവും അവൾക്കുണ്ടാവില്ല. പകരം ജനത്തിന്റെ വായിൽ ഒരാരോപണം ചിത്രഭാനു കുത്തിത്തിരുകും. ഐത്താചാരങ്ങൾ പാലിക്കാത്ത കാട്ടുവാസിയായ മല്ലിയുടെയും മകളുടെയും ഒപ്പം താമസിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷ. മകൾ മരിച്ചതിന് ശേഷം ദേശമംഗലത്തെത്തുന്ന പൂജാരി പിന്നെ ഇവിടെ തുടരില്ല, തിരിച്ചുപോകും. അതോടെ ദേശമംഗലത്ത് മാറ്റങ്ങൾ തുടങ്ങും. ചിത്രഭാനു നിശ്ചയിക്കുന്ന മാറ്റം. ആരെങ്കിലും ഈ ചതി അറിഞ്ഞാൽ? അറിയില്ല. അതേക്കുറിച്ചൊരു ചർച്ച വരുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും. സുകന്യ കാതുകൂർപ്പിച്ചോളൂ.
പൂജാരിയുടെ മകളുടെ വിലാപങ്ങൾക്കായി. എന്താ മോളെ? വല്യമ്മ, എനിക്ക് വയറ് വേദനിക്കുന്നു, വല്ലാണ്ട് വേദനിക്കുന്നു. എന്തു പറ്റിയെന്ന് അറിഞ്ഞൂടല്ലോ. കഴിച്ചത് എന്തെങ്കിലും പിടിക്കാഞ്ഞിട്ടാണോ? കുറെ നേരമായി തുടങ്ങിയിട്ട് എന്തൊക്കെ ഫയറിനകത്ത് കത്തുന്ന പോലെ. ഞാൻ വല്യമ്മ വിളിക്കാഞ്ഞിട്ട. മോളെ എന്താ അമ്മേ? മോളെ, വേദക്കുട്ടിക്ക് വയറ് വേദനിക്കുന്നു എന്ന്. എന്റെ ഈശ്വര, വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ശീലിച്ച കുഞ്ഞ് ഇവിടെ വന്ന് ഇതൊക്കെ തിന്നിട്ടായിരിക്കോ? ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ മല്ലിയമ്മ, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ വേദനയുണ്ടോ? ഉണ്ട്, നല്ല വേദനയുണ്ട്. മോളെ, വേദക്കുട്ടിയുടെ അടുത്തിരിക്കെ. അമ്മ പുറത്തു പോയിട്ട് മരുന്ന് പറിച്ചുകൊണ്ട് വരാം. അത് കൊടുത്തു കഴിയുമ്പോൾ വേദക്കുട്ടിയുടെ വേദന മാറിക്കൊള്ളും. വേദക്കുട്ടി, കുറച്ചു നേരത്തിനകം വേദന മാറും കേട്ടോ. അമ്മയ്ക്ക് മരുന്നുകളൊക്കെ അറിയാൻ വേദക്കുട്ടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുമ്പോ അമ്മ മരുന്നുണ്ടാക്കി തരും. അതപ്പ തന്നെ മാറുകയും ചെയ്യും. വിഷമിക്കണ്ട കേട്ടോ. ഞാൻ തടവി തരാം. ഞാൻ തടവി തരട്ടെ വേദക്കുട്ടി? വേണ്ട കുഞ്ഞി, ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോ ഇത്തിരി കുറവുണ്ട്. വയറ്റിൽ എന്തെങ്കിലും ദഹിക്കാതെ കിടന്നാലേ നല്ല വേദനയുണ്ടാവും. ഇതങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ പെട്ടെന്ന് കുറയും. ഇതാ, കയ്പുണ്ടാവും, എന്നാലും അത് കുടിച്ചിറക്കിക്കൂ. ഇനി കുറച്ചു നേരം അനങ്ങാതിരുന്നാ മതി. അമ്മയ്ക്ക് പേടിയാ. വേദക്കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാല് വേദക്കുട്ടിയുടെ അച്ഛൻ തിരിച്ചു വരുമ്പോ അമ്മയോട് ചോദിക്കില്ലേ? അച്ഛൻ അങ്ങനെയൊന്നും ചോദിക്കില്ല. അച്ഛനറിയാം ഞാൻ ഇവിടെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന്. കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടോ മോളെ? വേദന കുറഞ്ഞുമല്ലേ അമ്മ? ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തന്നെ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവുമെന്ന്. ഇനി നോക്കിക്കോ, ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല. മോള് പേടിച്ചോ? പേടിക്കണ്ട കേട്ടോ. മോള് മല്ലിയമ്മയുടെ മടിയിലേക്ക് കിടന്നു, എന്നിട്ട് പെട്ടെന്ന് ഉറങ്ങിക്കോ. വാ. അയ്യോ വേദക്കുട്ടി, എനിക്ക് വേദനിക്കുന്നു മല്ലിയമ്മേ, എനിക്ക് വല്ലാണ്ട് വേദനിക്കുന്നു. വേദക്കുട്ടി, എന്റെ ദേവി, ഞാൻ ഈ നേരത്തെ എന്ത് ചെയ്യും? ഞാൻ എവിടെ പോയിട്ട് ഇത്തിരി മരുന്ന് വാങ്ങും? കുട്ടി മോളെ, മോളെ, അമ്മ ഏതെങ്കിലും വൈദ്യന്മാരുടെ അടുത്ത് പോട്ടെ. വേണ്ട മല്ലിയമ്മേ, ഈ രാത്രി പോണ്ട, ഞാൻ സഹിച്ചോളാം. അത് കുഴപ്പമില്ല മോളെ. മോളെ ഈ അവസ്ഥയെ കാണാൻ വല്യമ്മയ്ക്ക് വയ്യ. സാരമില്ല കുഞ്ഞി, വേദക്കുട്ടി നോക്കിക്കൊള്ളേ. ഇതെന്താ തമ്പുരാൻ, ഈ നേരത്ത് ആ കുട്ടിക്ക് ഇങ്ങനൊരു അസുഖം വരാൻ? അതും തിരുമേനി നാട്ടിലില്ലാത്ത സമയത്ത്. അറിയില്ല. തിരുമേനിയോടുള്ള ഉത്തരവാദിത്വം നാം കാണിച്ചല്ലോ. ഒന്നല്ല, വൈദ്യന്മാരെ 4 പേരെയാണ് കുഞ്ഞിന്റെ അസുഖമെന്തെന്നറിയാൻ പറഞ്ഞു വിട്ടത്. പക്ഷേ അവർക്കാർക്കും ഒന്നും ഗണിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പാവം കുഞ്ഞ്, നല്ല സ്വഭാവമാണ്. അതിന് ഇങ്ങനൊരു കാര്യം സംഭവിക്കാന്ന് വെച്ചാ. ജീവിതം അങ്ങനെയാണ് മീനാക്ഷി. ചില സമയത്ത് ചില ഉത്തരങ്ങൾക്ക് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ദേശമംഗലത്തമ്മയ്ക്ക് ഇത്ര പ്രിയപ്പെട്ട ഒരു കുട്ടിയുണ്ടോ? ദേശത്തുള്ളവർക്കാർക്കെങ്കിലും ആ കുഞ്ഞിനോട് എതിരഭിപ്രായമുണ്ടോ? എന്നിട്ടും നാട്ടിൽ ചില കിംവദന്തികളൊക്കെ നടക്കുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്കും എത്തിത്തുടങ്ങിയിരിക്കുന്നു. ശാപത്തിന്റെ കഥയല്ലേ? തിരുമേനി ദൂരയാത്ര പോയപ്പോൾ
മകളെ മല്ലി ഏൽപ്പിച്ച കഥ അതല്ലേ? അത് തന്നെയാ. അതിനു പുറകിൽ വേറെ ആരുമല്ല, ഏട്ടൻ തമ്പുരാൻ തന്നെയാണ്. ചിന്തിപ്പിക്കാത്തവരെ കൊണ്ട് അത് പറയിപ്പിക്കാനുള്ള ശക്തി ഏട്ടൻ തമ്പുരാന്റെ നാവിനുണ്ട്. പക്ഷേ ഞാനതൊട്ടും വിശ്വസിക്കുന്നില്ല. മല്ലിയും കുഞ്ഞും ദൈവത്തിന് വെറുക്കപ്പെട്ടവരൊന്നും അല്ലല്ലോ. മേലൂർ ക്ഷേത്രത്തിൽ ആ അമ്മയും കുഞ്ഞും നടത്തിയ അത്ഭുതങ്ങൾ ഈ നാട്ടുകാരും കേട്ടതല്ലേ? അടക്കം പറച്ചിലുകാർക്ക് ആരെയും നോക്കേണ്ടതില്ലല്ലോ. അവർക്കൊരാളെ ദ്രോഹിക്കണം, പറ്റുമെങ്കിൽ ദേശദ്രോഹിയാക്കണം. അത്രേ ഉള്ളൂ ഇക്കാര്യത്തിലും. സേവകരെ വിട്ട് മല്ലിയൊന്ന് വിളിപ്പിക്കണോ തമ്പുരാൻ? കുഞ്ഞിന്റെ കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ. ചെയ്യാം. അയൽ ദേശങ്ങളിൽ എവിടെയെങ്കിലും വൈദ്യ ശിരോമണികൾ പേരു കേട്ടവർ ഉണ്ടാവില്ലേ? അയച്ചവരൊന്നും നിസ്സാരക്കാരല്ലല്ലോ മീനാക്ഷി. നാം കൂടുതൽ ശ്രമിക്കില്ല എന്നല്ല പറഞ്ഞത്. എന്തോ ഒരു അപകടം ഇതിനിടയിൽ നാം കാണുന്നുണ്ട്. വഴിവെക്കിൽ ആക്രമിക്കപ്പെടുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ അത് ഏട്ടൻ തമ്പുരാനായിരിക്കും എന്തെങ്കിലും കരുതാമായിരുന്നു. പക്ഷെ ഇത് ശരീരത്തിൽ വിഷം ചെന്നതല്ലേ? അത് സംഭവിക്കണമെങ്കിൽ ഏട്ടൻ തമ്പുരാനായിരിക്കണം എന്നില്ല. കഷ്ടമാണ്. നാട്ടിലൊരു അത്യാഹിതം നടന്നാൽ കൊട്ടാരക്കെട്ടിൽ കുറ്റവാളിയെ തേടുന്നത്ര നാണക്കേട് വേറെ എന്തുണ്ട്? എത്രയേറെ പരീക്ഷിച്ചാലും ഒടുവിൽ നന്മ വിതറിയ ചരിത്രമേ ഉള്ളൂ ദേശമംഗലത്തിന്. ഈ കുഞ്ഞിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അവൾക്ക് വേണ്ടി. നാമും. ദേശമംഗലത്തിന്റെ ഖ്യാതിക്ക് കാരണക്കാരനായ പൂജാരിയുടെ മകൾക്ക് ആപത്ത് വന്നുകൂടാ. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചെയ്ത കർമ്മങ്ങൾ ഫലവത്തായോന്ന് അങ്ങേക്ക് സംശയമായിരുന്നല്ലോ. ഇപ്പൊ അങ്ങ് എന്തു പറയുന്നു? ദേശമംഗലത്ത് ദേവിയുടെ സാന്നിധ്യം ഇപ്പൊ ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ദേവീദാസനായ പൂജാരിയുടെ മകൾക്ക് ഇത്രയും വലിയൊരു ആപത്ത് സംഭവിക്കില്ലായിരുന്നല്ലോ. നമ്മുടെ സംശയം മാറി. ദേവീ ചൈതന്യം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതുവരെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിശ്ചയിക്കാൻ ദേശമംഗലത്തൊരു യോഗിനി മാതാവുണ്ടായിരുന്നു. അവരും ഇപ്പൊ അപ്രത്യക്ഷയായിരിക്കുന്നു. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? കർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യുക. ദേശമംഗലത്തമ്മയുടെ ചൈതന്യം നഷ്ടപ്പെട്ട വിവരം പെട്ടെന്നൊന്നും പ്രജകൾ തിരിച്ചറിയാൻ പാടില്ല. അത് തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ ഇംഗിതങ്ങളെല്ലാം നടന്നിട്ടുണ്ടാവണം. സത്യത്തിൽ വളരെയധികം പേടിയോടെയാണ് അങ്ങയുടെ ക്ഷണം സ്വീകരിച്ച് നാം ദേശമംഗലത്തെത്തിയത്. ദേശമംഗലത്തമ്മയുടെ ചൈതന്യത്തിന്റെ കഥകൾ കുറച്ചൊന്നും അല്ല കേട്ടിട്ടുള്ളത്. ശ്രീകോവിലിനുള്ളിൽ അമ്മയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതറിയാം നമുക്ക്. അതുകൊണ്ടല്ലേ ദേശത്തും അന്യദേശത്തും മന്ത്രതന്ത്ര വിദ്യകൾ പഠിച്ച ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും നാം അങ്ങയെ തന്നെ തേടി വന്നത്. എങ്കിൽ പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമല്ലോ. അങ്ങ് പൊയ്ക്കോളൂ. ഇനി എനിക്കുള്ള ചുമതലകളാണ്. പതിയെ പതിയെ ദേശമംഗലത്ത് അസ്വസ്ഥതകൾ പുകയാൻ തുടങ്ങുമ്പോ അതിന്റെ കാരണക്കാരൻ പഴയ പൂജാരിയാണെന്ന് വരുത്തി തീർക്കണം. ഭാര്യയുടെ പൂജ കഴിഞ്ഞ് ദേശമംഗലത്തേക്ക് തിരിച്ചെത്തുന്ന പൂജാരിയെ സ്വീകരിക്കേണ്ടത് പൂമാല കൊണ്ടല്ല, കൂർത്ത കല്ലുകൾ കൊണ്ടാവണം. അതിനുള്ള നീക്കങ്ങൾ നാം തുടങ്ങിക്കഴിഞ്ഞു. ഒരിക്കൽ വാഴ്ത്തിപ്പാടിയിരുന്ന ആളെ ദേശമംഗലം തള്ളിപ്പറയും. ഒരുപക്ഷെ അയാൾ ദേശമംഗലം ഉപേക്ഷിച്ചുകൂടായികയില്ല. മകളെ പ്രാണനെ പോലെ കാണുന്ന ഒരാൾക്ക് മകളുടെ നഷ്ടം താങ്ങാനാവുന്നത് എങ്ങനെ? ചാകും. അവസാനമായി ഒരു നോക്ക് അച്ഛനെ പോലും കാണാനാവാതെ പൂജാരിയുടെ മകള് പെടഞ്ഞു 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 ചാവും. ആയിത്തു ആചാരവും മറികടന്ന് മല്ലിയുടെ വീട്ടിൽ അന്തി ഉറങ്ങിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് നാട്ടുകാര് കരുതിക്കോളും. എന്നാ പൂജാരി പൊക്കോളൂ. മല്ലി, ദേശമംഗലത്തെ ചിത്രഭാനു തമ്പുരാന്റെ ദേഹത്ത് നിന്റെ കൈ വീണു. അവിടെ തുടങ്ങി
നിന്റെയും നിന്റെ ചുറ്റും നിൽക്കുന്നവരുടെയും നാശം. ആദ്യം പൂജാരിയുടെ കുഞ്ഞ്, എന്നിട്ട് അവളുടെ അച്ഛൻ, എന്നിട്ടാവാം നിനക്കും നിന്റെ മകൾക്കുമുള്ള നമ്മുടെ സമ്മാനം. മോളെ, ഈ മരുന്ന് കഴിച്ചേ. കഴിക്കും മോളെ. മല്ലിയമ്മ, എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? എപ്പോഴും ഇത് എങ്ങനെ വരുന്നത്? തമ്പ്രാൻ അയച്ച വൈദ്യനല്ലേ വന്നത്? വലിയ ആളല്ലേ. ഈ മരുന്ന് കുടിച്ചാൽ ഈ അസുഖം മാറിക്കൊള്ളും. എനിക്ക് എന്റെ അച്ഛനെ കാണാൻ തോന്നുന്നു മല്ലിയമ്മ. മോളെ, അങ്ങനെയൊക്കെ പറഞ്ഞ് മല്ലിയമ്മയെ വിഷമിപ്പിക്കരുത്. അച്ഛൻ ഇനി തിരിച്ചു വരാൻ എത്രയോ ദിവസം കഴിയും. അതുവരെ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ പൊന്നുമോൾക്ക് എന്തെങ്കിലും പറ്റിയാല് എല്ലാരും മല്ലിയമ്മയുടെ കുറ്റം പറയുക. മല്ലിയമ്മയുടെ കൂടെ നിന്നതുകൊണ്ട് പറ്റിയതാണെന്ന് പറയില്ലേ? മല്ലിയമ്മയും കുഞ്ഞിയും ചീത്തയായതുകൊണ്ട് പറ്റിയതാണെന്ന് പറയില്ലേ? കരയില്ലേ മല്ലിയമ്മ, ഞാൻ കുടിച്ചോളാം. കുടിക്കും മോളെ.